ോപജ്ഞാനനിബന്ധസ്യ ജ്ഞാനാഞ്ജനാശലാഘ്യ ചക്ഷുരന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സുപദാന്തികം വന്ദേഹം ശ്രീയുതാസീയുതപതകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ ശ്രീരൂപം സാഗരജാതം സവർണരഘുനാഥാനിതം തം സദീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സവർണലളിത ശ്രീവിശാഖാന്യതാംശ ഹേ കൃഷ്ണകരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധാ കാന്ത നമസ്തുതേ തപ്തകാഞ്ചന ഗൗരംഗി രാധേ വൃന്ദാവനേശ്വരി ശഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേയം. നാരായണ നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീർഭക്തിരുക്കം. നാരായണ നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീർ നമസ്ലോക ഭക്തി ഭക്തി മൂകാം വാചാരം ബന്ധും ഗംഗേരേ ഗ്രീം കൃപാകരണം വന്ദേ ശ്രീ ഗുരുദിനധാരണം ശ്രീ ചൈതന്യ ഈശ്വരം വാചാകൽപതരുവശ്യകൃപാസുന്ദേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം സത്സത്. ശിലപ്രഭാതിക്ക് ഹരേ കൃഷ്ണ. എല്ലാ ഭക്തഗണങ്ങളുടെയും എൻ്റെ ദണ്ഡവത് പ്രണാമം. എല്ലാവരുടെയും പാദം തൊട്ട് നമസ്കരിക്കുന്നു. ഇസ്കോൺ ഗുരുവൃന്ദങ്ങൾക്കും എൻ്റെ ദണ്ഡവത് പ്രണാമം. അവരുടെ പാദകമലത്തെ തൊട്ട് നമസ്കരിക്കുന്നു. ഹരേ കൃഷ്ണ. നിങ്ങളുടെ കൃപയ്ക്ക് വേണ്ടി യാചിക്കുന്നു. ഹരേ കൃഷ്ണ. ഇന്ന് ഭാഗവതൻ 1-ാമത്തെ സ്കന്ധത്തില് 18-ാമത്തെ അധ്യായത്തിലെ 12-ാമത്തെ ശ്ലോകമാണ്. 1, 18, 12. श्रील प्रभात की गुरुदेव की गुरु परंपरा की जय. समवेद भक्त वृंद की हरिनाम संकीर्तन की जय. भागवत ग्रंथराज की जय. कर्मण्यस्मिन्नाश्वासो धूमधूमात्मनं भवान् आभायदि गोविन्दपादपद्मासवं मधु. कर्मण्यास्मिन्नाश्वासे धूमधूमामृतात्मनं भवान् आपययदि गोविन्दपादपद्मासवं मधु. कर्मण्यास्मिन्नाश्वासो धूमधूमामृतात्मनं भवान् ആപായയതി ഗോവിന്ദപാദപദ്മാസവം മധു. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും 2 പേർക്കോ 3 പേർക്കോ വായിക്കാം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. കർമ്മണ്യസ്മിന്നനാശ്വാസേ ധൂമധൂമ്രാത്മനം ഭവാൻ അപായയതി ഗോവിന്ദ പാദപദ്മാസവം മധു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരാളോട് ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, വായിച്ചു. ഹരിബോൾ. ഓക്കെ. ശീലപ്രഭുപാദിക്ക് ജയ്. ശീലപ്രഭുപാദിന്റെ പദാനുപദ തർജ്ജിമ എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക. കർമ്മണി അനുഷ്ഠാനത്തെ സംബന്ധിച്ച് അസ്മിൻ ഈ അനാശ്വാസോ നിശ്ചിതമില്ലാതെ ധൂമ പുക ദ്രുമ ആത്മാനം കളങ്കപ്പെട്ട ശരീരവും മനസ്സും ഭവാൻ ആഭായേതി അത്യന്തം ഹൃദ്യമായ ഗോവിന്ദ പരമദിവ്യോത്മ പുരുഷൻ പാദങ്ങൾ പത്മാസവം താമരപ്പൂവിന്റെ പീയൂഷം മധു. വിവർത്തനം. ശീലപ്രഭാതിക്ക് ജയ്. അനേകം ന്യൂനതകൾ അപൂർണമായ തങ്ങളുടെ കർമ്മം മൂലം ഫലമുണ്ടാകുമോ എന്ന നിശ്ചയമില്ലാതെ
നിശ്ചയമില്ലാതെ ഈ അഭികാമ്യം കർമ്മം പുണ്യയജ്ഞം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ കളയവരം യാഗധൂപങ്ങളാൽ ശ്യാമവർണമായെങ്കിലും ഞങ്ങൾ പരമദിവ്യോത്തം പുരുഷൻ ഗോവിന്ദനാൽ വിതരണം ചെയ്യപ്പെടുന്ന പാതാരവിന്ദ സുധ സത്യമായും ആസ്വദിക്കുന്നു. ഈ ശ്ലോകത്തില് പറയുന്നുണ്ട്, എന്താന്ന് വെച്ചാൽ ശീല പ്രഭുപാദ് പറയുന്നു, കർമ്മങ്ങള് എല്ലാം അനുഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട് കലിയുഗത്തിലെ ജീവാത്മാക്കള്. എന്നാൽ അവരുടെ മനസ്സും ബുദ്ധിയും അശുദ്ധമാണ്. ഈ അശുദ്ധമായതുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം പരിപൂർണമായിട്ട് കിട്ടുമോ? ഇപ്പൊ നൈമിഷരണയില് ഋഷിമാരിൽ ജ്വലിക്കപ്പെട്ട യാഗാഗ്നിയെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ ഭാവാർത്ഥം ശീല പ്രഭാതഗിരി, നൈമിഷരണത്തിലെ ഋഷിമാരിൽ ജ്വലിക്കപ്പെട്ട യാഗാഗ്നി അനേകം ന്യൂനതകളുള്ളവയാകയാൽ തീർച്ചയായും ധൂമ സമ്പൂർണവും സന്ദേഹപൂരിതവുമായിരുന്നു. അപ്പോ സന്ദേഹമാണ് അവർക്ക് ഇത് വിജയിക്കുമോ ഇല്ലയോ എന്ന്. എന്നാൽ കലിയുഗത്തിൽ അത്തരം ഒരു യജ്ഞം വിജയകരമായി നിർവഹിക്കാൻ യോഗ്യരായ വിദഗ്ധ ബ്രാഹ്മണരുടെ അഭാവമായിരുന്നു. അതിൽ ആദ്യത്തെ ന്യൂനത അത്തരം യജ്ഞാനുഷ്ഠാനങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള വൈരുദ്ധ്യം മുഴുവൻ യജ്ഞത്തെയും നശിപ്പിക്കുന്നുവെന്ന് മാത്രമല്ല, യജ്ഞഫലവും അത്ര സുനിശ്ചിതമല്ല. അപ്പൊ കൃഷ്ണാവബോധം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശീല പ്രഭുപാദ് പറയുന്നുണ്ട്, ഉദാഹരണത്തില് ഒരു കുളത്തില് ഒരു ദുഷിച്ച മത്സ്യം ഉണ്ടെങ്കിൽ ആ കുളത്തിലെ മത്സ്യത്തിനെ എല്ലാം ആ ദുഷിച്ച മത്സ്യം നശിപ്പിക്കും. അപ്രകാരം കലിയുഗത്തില് യാഗങ്ങളും ഹോമങ്ങളും യജ്ഞങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ അത് എത്രമാത്രം പരിശുദ്ധി ലഭിക്കും എന്നുള്ളതാണ് കാരണം. അശുദ്ധരായ ജീവാത്മാക്കൾ ചെയ്യുന്നത് കാരണം അത്തരം യജ്ഞാനുഷ്ഠാനങ്ങൾ ഏതെങ്കിലും വിധത്തിലുള്ള വൈരുദ്ധ്യം വരുവാൻ യജ്ഞം നശിപ്പിക്കുന്നുവെന്ന് മാത്രമല്ല, യജ്ഞഫലവും അത്ര സുനിശ്ചിതമല്ല എന്ന് പറയുന്നു. എന്നാൽ നെൽപ്പാടങ്ങളിലെ അധ്വാനത്തിന്റെ ഫലം ഈശ്വരകൃതമായ മഴയെ ആശ്രയിച്ചിരിക്കുന്നു. ആകയാൽ അധ്വാനത്തിന്റെ ഫലം അനിശ്ചിതമാകുന്നു. അതുപോലെ കലിയുഗത്തിൽ എത്ര വിധത്തിലുള്ള യജ്ഞാനുഷ്ഠാനവും സന്നിഗ്ധമാകുന്നു. എന്നാൽ കലിയുഗത്തിലെ തത്വദീക്ഷയില്ലാത്ത അത്യാഗ്രഹികളായ ബ്രാഹ്മണർ നിഷ്കളങ്കരായ പൊതുജനങ്ങളോട് ധർമ്മശാസ്ത്രങ്ങളിലെ നിരോധനങ്ങൾ വെളിപ്പെടുത്താതെ കലിയുഗത്തിൽ ഭഗവത് ദിവ്യനാമജപം എന്ന സങ്കീർത്തന യജ്ഞമല്ലാതെ മറ്റ് യജ്ഞാനുഷ്ഠാനങ്ങളൊന്നും ഫലവത്താകില്ലെന്ന വസ്തുത വെളിവാക്കപ്പെടുത്താതെ അത്തരം അനിശ്ചിത യജ്ഞാനുഷ്ഠാന പ്രദർശനങ്ങൾ അവരെ പ്രേരിപ്പിക്കുന്നു. അപ്പൊ കലിയുഗത്തിലെ ജീവാത്മാക്കളെ പ്രഭാത് പറയുന്നത്, നാമസങ്കീർത്തന യജ്ഞമല്ലാതെ എത്ര യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ നടത്തിയാലും ഇവിടെ നൈമിഷരണിയിലുള്ള ഋഷിമാര് ജ്വലിക്കപ്പെട്ട യാഗാഗ്നിയുടെ ആ പരിണിത ഫലം നല്ലതായിട്ട് കിട്ടുമോ എന്നുള്ള അവർക്ക് വ്യസനയുള്ളത് കൊണ്ടും പറയുന്നത്, ഹരിനാമമല്ലാതെ കലിയുഗത്തില് മറ്റൊരു വഴിയില്ല. കാരണം ശുദ്ധരായ ബ്രാഹ്മണരെ കലിയുഗത്തിൽ കിട്ടാൻ പ്രയാസമാണ്. അപ്പൊ അതിൽ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. അപ്പൊ ഋഷിമാരുടെ സങ്കീർത്തന യജ്ഞത്തിന് മുമ്പായി സൂതഗോസ്വാമി ഭഗവാന്റെ അതീന്ദ്രിയ കർമ്മങ്ങളെ കുറിച്ച് വർണ്ണിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ അവർക്ക് ഭഗവാന്റെ അതീന്ദ്രിയ കർമ്മങ്ങളുടെ ശ്രവണഫലം യാഥാർത്ഥ്യമായിക്കൊണ്ടിരുന്നു. ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരുവന് ഭക്ഷണത്തിന്റെ സ്വാദ് അനുഭവിച്ചറിയാവുന്നത് പോലെ ഒരുവൻ ഇതും പ്രായോഗികമായി അനുഭവിച്ചറിയുവാൻ കഴിയുന്നു. ആത്മീയ സാക്ഷാത്കാരം പ്രവർത്തിക്കുന്നത് ഇപ്രകാരമാണ്. നൈമിഷരണത്തിലെ ഋഷിമാർ യാഗാഗ്നിയിൽ നിന്ന് ഉയരുന്ന ധൂമങ്ങളാൽ വിഷമിക്കുന്നെന്ന് മാത്രമല്ല, അവർ യജ്ഞഫലത്തെക്കുറിച്ച് സന്ദേഹാലുക്കളമാണ്. എന്നാൽ ശ്രീ സൂതഗോസ്വാമിയിൽ നിന്നും സർവാതിശായും ആത്മജ്ഞാനപരവും അതീന്ദ്രിയവുമായ ഭഗവത് കർമ്മങ്ങൾ സേവിച്ച് അവർ പൂർണ്ണ സംതൃപ്തരായി. അപ്പോൾ ഒരു ശുദ്ധഭക്തരിൽ നിന്ന് ഭഗവാനെ പറ്റി ആ യാഗാഗ്നിയുടെ ധൂമങ്ങളെല്ലാം ശ്വസിച്ച്
വിഷമിച്ചിരുന്ന അവര് പരിശുദ്ധമാകുന്നു അദ്ദേഹത്തിന്റെ തിരുനാവിൻ കൂടി ഭഗവാനെ പറ്റി കേൾക്കുമ്പോൾ ആത്മജ്ഞാനപരവും അതീന്ദ്രിയമായ ഭഗവത് കർമ്മങ്ങൾ ശ്രവിച്ച് അവർ പൂർണ്ണ സംതൃപ്തരായി. അങ്ങനെ അവർ സംതൃപ്തരാകുന്നു. വൈവർത്ത പുരാണത്തിൽ വിഷ്ണു ശിവനോട് ഇപ്രകാരം അരുളി ചെയ്തു: കലിയുഗത്തിൽ വിവിധ തരത്തിലുള്ള ഉത്കണ്ഠകളാൽ ഉഴറുന്ന ജനങ്ങൾ അഭികാമ്യ കർമ്മങ്ങളിലും സൈദ്ധാന്തിക വീക്ഷണങ്ങളിലും വ്യർത്ഥമായി പരിശ്രമിക്കുന്നു. എന്നാൽ അവർ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുമ്പോൾ ഫലം സുനിശ്ചിതമാകുന്നു. അപ്പോൾ ഭൗതികത്തിലുള്ള ജീവാത്മാക്കളുടെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ വ്യാകുലതയാണ്. ആ വ്യാകുലതയിൽ അവര് ഉരുകി കഴിയുന്നു. അങ്ങനെയുള്ളവർക്ക് ഭഗവാന്റെ പാദകമലത്തിൽ ശരണം പ്രാപിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി നാമസങ്കീർത്തന യജ്ഞമാണെന്നും മാത്രവുമല്ല ഭക്തിയുത സേവനത്തിന്റെ അധ്വാനം അഥവാ ഊർജം പാഴായി പോകുന്നുമില്ല. അങ്ങനെ നാമസങ്കീർത്തനത്തിൽ ഏർപ്പെടുന്ന വ്യക്തിയുടെ ഭക്തിയുത സേവനമാകുന്ന ഊർജം ഒരു കാരണവശാലും അവർക്ക് നഷ്ടമാകുന്നില്ല. അന്യത ഭക്തിയുത സേവനരഹിതമായതെന്തും അവ ആത്മീയ സാക്ഷാത്കാരത്തിനായി അനുഷ്ഠിക്കപ്പെടുന്നതായാലും ഭൗതിക നേട്ടങ്ങൾക്കായി നിർവഹിക്കപ്പെടുന്നതായാലും അവയൊന്നും തന്നെ വിജയപ്രദമാവുകയില്ല. അപ്പം ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ആത്മീയതയ്ക്ക് ഉയരുവാൻ വേണ്ടി അല്ലാതെ ഭൗതികതയിൽ ഉയരുവാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ അത് ഒന്നും ശാശ്വതമല്ല എന്നാണ് ഈ ശ്ലോകത്തില് ശിലാ പ്രഭുപാദം നമുക്ക് തന്നിരിക്കുന്ന ഒരു പാഠ്യം. അതായത് ഈ ഭൗതിക ലോകം, ഇനി നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഭൗതിക ലോകം സൃഷ്ടിച്ചത് നമ്മളെപ്പോലെയുള്ളവർക്ക് ആസ്വദിക്കാനാണ്. നമുക്കറിയാം. കാരണം ഭഗവാന്റെ കൂട്ടാകണം എന്ന് ആസ്വാദകനാകണം അല്ലെങ്കിൽ ഭോഗിക്കണം എന്നുള്ള ആഗ്രഹം വന്നപ്പോൾ അങ്ങനെയുള്ളവര് ആസ്വദിക്കുവാനായിട്ട് സൃഷ്ടിച്ച ഒരു തുറന്ന ജയിലാണ് ഈ ഭൗതിക ലോകം. ഇതിന്റെ അധിപതി ദുർഗാദേവിയാണ്, ജയിൽ വാർഡ്. അപ്പൊ അവര് നമ്മളെ ഈ ഭൗതിക ലോകത്തിട്ട് ഫ്രൈ ചെയ്യുകയാണ്. എന്നാൽ ഇവിടുത്തെ ജീവിതം ആസ്വാദനമാണോ? ഭൗതിക ലോകത്തിലുള്ള നമ്മുടെ ജീവിതം ആസ്വാദകരം ആണോ? സത്യത്തിൽ കലിയുഗത്തിലെ ഗൃഹസ്ഥൻ അഭിമന്യു മാതിരിയാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. കലിയുഗത്തിലെ ഓരോ ഗൃഹസ്ഥരും സത്യത്തിൽ അഭിമന്യു മാതിരിയാണ്. കാരണം അഭിമന്യുവിന് ചക്രവ്യൂഹത്തില് ചക്രവ്യൂഹത്തെ മുറിച്ച് അകത്ത് കയറുവാൻ അറിയാമായിരുന്നു, പഠിച്ചു. നമുക്കറിയാം, കഥയിലൂടെ ഞാൻ പോകുന്നില്ല. എന്നാൽ വെളിയിൽ വരാൻ അറിയില്ല. അപ്പൊ നമുക്ക് ഭൗതിക വാസനകളെ, ഭോഗങ്ങളെ ആസ്വദിക്കുവാൻ അറിയാം, പക്ഷെ അതിൽ നിന്ന് വെളിയിൽ വരുവാനായിട്ട് നമുക്ക് അറിയുന്നില്ല. അപ്പൊ നമ്മൾ ആ ചക്രവ്യൂഹത്തിൽ കുടുങ്ങുന്നു. ഗൃഹസ്ഥാശ്രമമാകുന്ന ചക്രവ്യൂഹത്തിൽ കുടുങ്ങിക്കിടക്കുന്നു. അപ്പൊ അഭിമന്യു ചക്രവും അറിയാം, വെളിയിൽ വരാൻ അറിയില്ല. ഇതാ നമ്മുടെ അവസ്ഥ. ഗൃഹസ്ഥ ജീവിതത്തിൽ കയറാൻ അറിയാം, പക്ഷെ വെളിയിൽ വരാൻ നാം ആർക്കും അറിയില്ല. അപ്പൊ നമുക്ക് ഈസിയാണ്, നിസാരമാണ്, എളുപ്പം ഗൃഹസ്ഥാശ്രമത്തിൽ കയറാൻ നമുക്കറിയാം. പക്ഷെ ഈ ഗൃഹസ്ഥാശ്രമമാകുന്ന ചക്രവ്യൂഹത്തിൽ നിന്ന് വെളിയിൽ വരുവാൻ നാം പഠിച്ചിരിക്കണം, നിർബന്ധമാകണം. കാരണം അപ്പൊ സർഗ നമുക്കറിയാം, സർഗ വിസർഗ അങ്ങനെ 10 കാര്യങ്ങളാണല്ലോ ഭാഗവതത്തിൽ തരുന്നത്. പക്ഷെ സർഗ ഭഗവാന്റെ സൃഷ്ടിയാണ്. അതെന്താണ്? ആത്മാവ്. ഭഗവാന്റെ അംശം എന്നാൽ ആത്മാവ്. ഈ ഭൗതിക പ്ലഷറിൽ ആനന്ദിക്കുന്നില്ല ആത്മാവ്. എന്നാൽ നമുക്ക് തോന്നും ആത്മാവ് ആനന്ദിക്കുന്നു. എന്നാൽ ഭൗതികമായിട്ടുള്ള ആ ആസ്വാദനത്തിൽ, ആനന്ദത്തിൽ ആത്മാവ് ഒരിക്കലും ആനന്ദിക്കുന്നില്ല. ആനന്ദിക്കുന്നത് നമ്മുടെ മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളുമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആത്മാവ് ആനന്ദിക്കണം. ആത്മാവ് എപ്പോൾ ആനന്ദിക്കുന്നു? ഭഗവാനുമായിട്ട് ബന്ധം സ്ഥാപിക്കുമ്പോൾ മാത്രമാണ് ആത്മാവ് ആനന്ദിക്കുന്നത്. എന്നാൽ വിസർഗ, ബ്രഹ്മാവ് സൃഷ്ടിച്ചത് ഈ ശരീരങ്ങള്, അത് ഭൗതിക പ്ലഷറിൽ, ആ ഭൗതികതയിൽ ആനന്ദിക്കുന്നു. ഇതൊരു നിശ്ചിത അളവിൽ മാത്രം.
അപ്പൊ ഈ ഭൗതികതയിൽ വിസർഗയാകുന്ന ജീവാത്മാക്കളെ, ബ്രഹ്മാവ് സൃഷ്ടിച്ച ജീവാത്മാക്കളെ ആസ്വദിക്കുന്നു. എത്രയും ഒരു നിശ്ചിത അളവിൽ മാത്രം ആസ്വദിക്കുന്നു. കാരണം നമ്മളൊരു പശുവിനെ കെട്ടിയാൽ, കുറ്റിയടിച്ച് കെട്ടിക്കഴിഞ്ഞാൽ ആ കയറിന് എന്തുമാത്രം നീളമുണ്ടോ അത്രത്തോളം ദൂരെ ആ പശു നടന്ന് ആസ്വദിക്കാനേ സാധിക്കുകയുള്ളൂ. കാരണം ഒരു ബന്ധനം. അപ്പോൾ നാം ഓരോരുത്തർക്കും ഒരു ബന്ധനമുണ്ട്. ആ ബന്ധനം, ആ കയറിന്റെ നീളം എത്രയോ ഉണ്ടോ അത്രത്തോളം നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. വിസർഗ ആകുന്ന ബ്രഹ്മാവ് സൃഷ്ടിച്ച ഈ ശരീരത്തിന് അതിൽ ആത്മാവിടുമ്പോഴും പരമാത്മാവ് കയറുമ്പോഴുമാണ് ആ ശരീരം പൂർണ്ണമാകുന്നത്. ആ ഒരു വസ്തുത നമുക്ക് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഒരു നിശ്ചിത അളവിൽ മാത്രമേ ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ആചാര്യന്മാർ പറയുന്നു. ഇതാണ് വിസർഗ. ഇങ്ങനെയുള്ള ഈ ലോകത്ത് നാരദ മുനിയെ പോലും, അത് മറ്റ് ഈ സൂതഗോസ്വാമിയെ പോലും, ആ നൈമിശരണയിൽ കൂടിയിട്ടുള്ള ഋഷിവര്യന്മാരെ പോലുള്ള ആൾക്കാർ ഇവർ ഭഗവാനെ നമുക്ക് തരുന്നു. അതെങ്ങനെയാണെന്ന് നോക്കാം. നാരദ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ഭഗവാനെ തരുന്നവൻ എന്നാണ്. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നര എന്നാൽ പരമദിവ്യോത്തമ പുരുഷൻ, ധ എന്നാൽ പരമദിവ്യോത്തമ പുരുഷനെ കൊടുക്കുന്നവൻ. അപ്പൊ നാരദൻ എന്ന് പറയുന്ന ഭക്തി അഥവാ ശുദ്ധഭക്തൻ, അതുപോലുള്ള ഭക്തര്, ശിലപ്രഭുപാദും പ്രഭുപാദന്റെ ശിഷ്യഗണങ്ങളും മറ്റ് വരിഷ്ഠ ഭക്തരും അതുപോലുള്ള ഭക്തര് ആരെ കൊടുക്കുന്നു? നാരായണനെ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ കൊടുക്കുന്നു, അല്ലെങ്കിൽ വിഷ്ണുവിനെ കൊടുക്കുന്നു. അതുകൊണ്ടാണ് നാരദ എന്ന പേര് തന്നെ വന്നത്. നാരദമുനി മനുഷ്യജന്മത്തെ സ്തുതിക്കുന്നു. ഈ ഞാൻ ഫലം ആസ്വദിക്കുന്നു. മനുഷ്യജന്മങ്ങള് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. എന്നാൽ മനുഷ്യജന്മം കിട്ടിയിട്ടുള്ള ജീവാത്മാക്കൾ ഫലാസ്വാദനം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ യജ്ഞത്തിൽ അർപ്പിച്ച ഭോഗം കഴിച്ചെങ്കിൽ മാത്രമേ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ഇന്ദ്രിയത്തെ ഭഗവത് സേവയിൽ സമർപ്പിക്കുന്നു. അപ്പോഴാണ് ഋഷികേശ സേവനം ഭക്തി രുച്യത എന്ന ഭാവത്തിലോട്ട് വരുള്ളൂ. ഇതിൽ ഏറ്റവും പ്രാധാന്യം മനസ്സും ബുദ്ധിയും ഭഗവാനിൽ അർപ്പിക്കുന്നതാണ്. മയ്യാർപ്പിത മനോബുദ്ധി. അപ്പൊ നിന്റെ മനസ്സും ബുദ്ധിയും ഭഗവാനിൽ അർപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം, സമർപ്പണം. ഭാഗവതത്തിൽ കപിലമുനി പറയുന്നു, ഓരോ ഇന്ദ്രിയങ്ങളും ഓരോ ദേവതകളാണെന്ന്. ഓരോ ഇന്ദ്രിയങ്ങളെയും പ്രതിദാനം ചെയ്യുന്നത് ഓരോ ദേവതകളാണ്. ഇന്ദ്രിയങ്ങൾ ഭഗവാനിൽ സമർപ്പിക്കുമ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് നിയന്ത്രണം വരുന്നു. അപ്പം ഓരോ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാനെ സേവ ചെയ്യുമ്പോൾ ഓരോ ഇന്ദ്രിയങ്ങളുടെയും അധിപതിയായ ഭഗവാൻ, ദേവതകൾ സന്തോഷിക്കുമ്പോൾ, ഭഗവാൻ സ്വാഭാവികമായിട്ട് സന്തോഷിക്കുമ്പോൾ ആ വ്യക്തിക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും. അങ്ങനെ ആ വ്യക്തി സന്തോഷവാനാകുന്നു. കാരണം ഭഗവാൻ സന്തോഷിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളും സന്തോഷിക്കും, ദേവതകളും സന്തോഷിക്കും. സുഖദേവ ഗോസ്വാമി പറയുന്നു, മാർഗം പാപത്താൽ അശുദ്ധം ആകുന്നില്ല. നാം ഓരോരുത്തരുടെയും മാർഗം പാപത്താൽ അശുദ്ധം ആകുന്നില്ല. എന്നാലോ പാപത്തിൽ നിന്ന് മുക്തനാകും. പാപം ചെയ്യുവാനുള്ള ഇച്ഛയും ചിന്തയും ഇല്ലാതാകും. അപ്പൊ നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാനെ സേവ ചെയ്യുമ്പോൾ ആ പാപത്താൽ അശുദ്ധമാകുന്നില്ല ഭഗവാൻ. തന്നെയുമല്ല, നമ്മൾക്ക് മുക്തനാകാൻ സാധിക്കും. പാപം ചെയ്യുവാനുള്ള ഇച്ഛയും ചിന്തയും പതുക്കെ പതുക്കെ ഇല്ലാതാകും.
അതുകൊണ്ടാണ് ഭഗവാൻ തന്ന ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഋഷികേശ സേവനം. ആ ഇന്ദ്രിയങ്ങളുടെ നാഥനായ ഋഷികേശനെ, ഭഗവാനെ സേവ ചെയ്യുമ്പോഴാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയാൻ കാരണം. ഉദാഹരണം, നാരായണ നാമം ഉച്ചരിച്ച് നാരായണ നാമം ഉച്ചരിച്ച മാത്രയിൽ 60 വർഷം അജാമളൻ ചെയ്ത പാപം ഇല്ലാതെയാണ്. നമുക്കറിയാം അജാമള മോക്ഷ കഥ. യമദൂതന്മാർ അജാമളനെ കൊണ്ടുവരാൻ സാധാരണ ആൾക്കാരെ കൊണ്ടുപോകാൻ വരുന്നത് 3 പേരാണ്. കാരണം എന്താണ്? മനസ്സ വാച കർമ്മണ, ഇതിൽ കൂടി ചെയ്യുന്ന പാപങ്ങളെ അളക്കാൻ വേണ്ടിയാണ് 3 പേര് പറഞ്ഞത്. മനസ്സ വാച കർമ്മണ, ചെയ്യുന്ന പാപങ്ങളെ അളക്കാൻ വേണ്ടിയാണ് 3 പേരാകുന്ന യമദൂതന്മാർ വരുന്നത്. ഭക്തരെ കൊണ്ടുപോകാനല്ല, സാധാരണ ഭൗതികവാദികളെ. എന്നാൽ നാരായണ നാമം അമൃതാണ്. ആ നാരായണൻ നാമം ജപിക്കുന്നത് കൊണ്ട് 4 പേരാണ് വിഷ്ണുദൂതർ വരുന്നത്. അപ്പൊ വിഷ്ണുദൂതർ 4-ഉം യമദൂതർ 3-ഉമാണ്. എന്തുകൊണ്ടാണ് 4-ഉം 3-ഉം ആയത്? നാരായണ നാമം അമൃതാണ്. ആ അമൃതായ നാരായണ നാമം ജപിക്കുന്നവരെ കൊണ്ടുപോകാൻ വിഷ്ണുദൂതർ വരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഒരു വിഷ്ണുദൂതൻ, ഒരു വിഷ്ണുദൂതൻ, ഒരു വിഷ്ണുദൂതൻ, ഒരു വിഷ്ണുദൂതൻ. അപ്പം നാരായണ. അപ്പം 4 വിഷ്ണുദൂതരാണ് നാരായണ ഭക്തരെ കൊണ്ടുപോകാൻ വരുന്നത്. അല്ലാത്തവരെ 3 യമദൂതന്മാരാണ് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നാവ് കൊണ്ട് ഭഗവത് നാമം ജപിക്കാത്തവരെ എന്റെ അടുക്കൽ കൊണ്ടുവരൂ. ജിഹ്വാന വ്യക്തി ഭഗവത് ഗുണനാമ ഉദയം ചതത്ന സ്മരണീത ചരണാരവൃന്ദം. ബുദ്ധി കൊണ്ടും മനസ്സുകൊണ്ടും ഭഗവാനെ ഭജിക്കാത്തവരെയും കൃഷ്ണായനോ നമ അവിതക്ഷിരത ഏകതാം വിധാൻ. ആ ബുദ്ധി കൊണ്ടും മനസ്സുകൊണ്ടും ഭഗവാനെ ജപിക്കാത്തവരെയും കൊണ്ടുവരൂ എന്റെ അടുക്കൽ എന്ന് പറയുന്നു. വിഷ്ണു കൃത്വ, നാമം ജപിക്കുന്ന വ്യക്തി ദുഷ്ടവ്യക്തി ആയാലും അവർ വിഷ്ണുദൂതരാണ്. അപ്പൊ ഒരു വ്യക്തി നാമം ജപിക്കുന്നതാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സും ബുദ്ധിയും അശുദ്ധമാണ്. എന്നാലും ഭഗവാൻ അവരെ വിഷ്ണുദൂതർക്ക് തുല്യമായിട്ടാണ് കാണുന്നത്. അപ്പോ ഈ ബിസിനസ് എന്തുമാത്രം ലാഭമാണ് എന്നാൽ, കലിയുഗത്തിലെ വൈഷ്ണവികളും ഭക്തരാണെന്ന് 600 രൂപയുടെ ലോക്കി മാർക്കറ്റിലെ അല്ലെങ്കിൽ ഒരു വേഷപ്രസന്നമായിട്ട് നടക്കുന്ന 600 രൂപയുടെ വിലയുള്ള വൈഷ്ണവരികളും അല്ല പറയുന്നത്. കാരണം വൈഷ്ണവനാകണമെങ്കിൽ രൂപത്തില് 600-ഓ 500-ഓ 1000-ഓ രൂപയുണ്ടെങ്കിൽ ഒരു വൈഷ്ണവൻ രൂപത്തിലാകാം. പക്ഷെ അവരുടെ മനസ്സും ബുദ്ധിയും ഭഗവാന്റെ പാദകമലത്തിൽ സമർപ്പിതമാകാത്തിടത്തോളം കാലം നാമവൈഷ്ണവരാണ് അവർ, പേരിൽ മാത്രം. അപ്പോ ഇവിടെ പറയുന്നുണ്ട് സുപ്രീം ഭഗവാൻ കൃഷ്ണന്റെ പേര് എല്ലാ ജീവന്റെയും അവസാനമാണ്. കാരണം അപ്രകാരം ശ്രീമദ് ഭാഗവതം എല്ലാ വേദത്തിന്റെയും സാരമാണ്. അപ്പൊ ഭഗവത് നാമം, കൃഷ്ണന്റെ പേര് എല്ലാ ജീവാത്മാക്കളുടെയും അവസാനമാണ്. കാരണം എല്ലാമാണ്. അപ്രകാരം എല്ലാ ഗ്രന്ഥങ്ങളുടെയും എല്ലാമാണ് ശ്രീമദ് ഭാഗവതം. പറയുന്നു സർവവേദാന്ത സാരംഭി ശ്രീമദ് ഭാഗവതം ഇഷ്യതേ തദ്രസാമൃതം തൃപ്തസ്യ നാന്യേത്ര സ്വാർത്ഥരഹിത് വിജിത് എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇനിയും
നാമസങ്കീർത്തനയസ്യ സർവഭാവ പ്രണാശനം പ്രണമോ ദുഃഖ ശമനാസ്ത്വം നമാമി ഹരിം പരം. ഹരിനാമ ജപത്തിൽ കൂടി എല്ലാ പാപങ്ങളും ഇല്ലാതാകും. ഹരിനാമത്തിന്റെ ഉടയവൻ കൃഷ്ണനാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ മനസ്സും ബുദ്ധിയും കൂടി ആ വ്യക്തിയുടെ ഇന്ദ്രിയങ്ങൾ മൊത്തവും അശുദ്ധമാണ് എങ്കിൽ കൂടിയും ഹരിനാമ ജപത്തിൽ കൂടി എല്ലാ പാപങ്ങളും ഇല്ലാതാകും. കാരണം ഹരിനാമത്തിന്റെ ഉടയൻ അല്ലെങ്കിൽ നാമ സങ്കീർത്തനത്തില് അതിന്റെ പൊട്ടൻസി, അതിന്റെ ശക്തി, അതിന്റെ ആസ്വാദകൻ, അതിന്റെ എല്ലാം ഭഗവാൻ കൃഷ്ണനാണ്. കഥ പറയുകയാണെങ്കിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ, യമുനാചാര്യര് അദ്ദേഹത്തിന്റെ ചെറിയ ബാലസമയത്ത് അദ്ദേഹത്തിന്റെ ഗുരു അദ്ദേഹത്തെ വിളിച്ചു പറയുന്നു, ഒരു പണ്ഡിതനായ കോലാഹലനുമായി നീ തർക്കത്തിൽ ഏർപ്പെടണമെന്ന് പറയുന്നു, തർക്കശാസ്ത്രത്തില്. അങ്ങനെ ആ ചെറിയ ബാലനെ പറഞ്ഞു വിടുന്നു. കോലാഹലനെ തർക്കത്തിൽ യമുനാചാര്യർ തോൽപ്പിച്ചു. ഇതിൽ രാജസദസ്സിൽ രാജാവ് വളരെയധികം സന്തോഷവാനായി. എന്നിട്ടോ യമുനാചാര്യർക്ക് പകുതി രാജ്യം രാജാവ് കൊടുത്തു, നീ ഭരിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ രാജ്യം വളരെ നല്ല രീതിയിൽ സത്യസന്ധമായി അദ്ദേഹം ഭരിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ മുമ്പ് നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും പതുക്കെ പതുക്കെ മറന്നു. ഗുരുവിൽ നിന്ന് പഠിച്ചതെല്ലാം മറന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. തൻ്റെ മുത്തച്ഛനായ നാഥമുനി ശരീരം വെടിഞ്ഞു. എന്നാൽ ഈ ശരീരം വെടിയുന്നതിന് മുമ്പ് ഈ നാഥമുനി തൻ്റെ ഏറ്റവും പ്രിയ ശിഷ്യനായ രാംമിശ്രയോട് പറയുന്നു, എനിക്ക് ഗുരുദക്ഷിണ വേണം എന്ന്. അപ്പൊ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയുന്നു, എൻ്റെ ചെറുമകനായ യമുനയെ നീ തിരികെ ഭക്തിമാർഗത്തിൽ കൊണ്ടുവരണം. ഗുരുവിന്റെ ആഗ്രഹം ശിഷ്യൻ സമ്മതിച്ചു. അങ്ങനെ രാജാവിന്റെ അടുക്കൽ നേരിട്ട് പോകുവാനുള്ള ഇതില്ല ശിഷ്യന്. അപ്പൊ അദ്ദേഹം പ്ലാൻ ഉണ്ടാക്കി. അങ്ങനെ അദ്ദേഹം പ്ലാൻ തയ്യാറാക്കി. അന്നത്തെ സമയം വിശേഷാൽ ചില സ്ഥലത്ത് മാത്രം കിട്ടുന്ന കപ്പലണ്ടിയുണ്ട്, നിലക്കടല. അപ്പൊ അദ്ദേഹം അത് സ്വയം കുക്ക് ചെയ്ത് രാജസദസ്സിൽ കൊടുത്തു വിട്ടുകൊണ്ടേയിരുന്നു. ഇത് രാജാവ് കഴിക്കും തോറും രാജാവിന് വളരെയധികം ശ്രേഷ്ഠമായ രുചി ആസ്വദിക്കാൻ സാധിക്കുന്നു. ദൈവം ഭഗവാൻ ഓഫർ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ രാജാവ് മാസങ്ങളോളം കഴിച്ചപ്പോൾ പെട്ടെന്ന് ഈ രാംമിശ്ര ഇത് അങ്ങ് നിർത്തി. അപ്പൊ രാജാവ് സപ്ലൈ ചെയ്യുന്നത് അങ്ങ് നിർത്തി. രാജാവ് ചോദിച്ചു, എവിടെ? അപ്പൊ പറഞ്ഞു, ഇങ്ങനെ ഒരാള്, അറിയാൻ പാടില്ലാത്ത ഒരാള് അങ്ങക്ക് തരുവാനായിട്ട് വേണ്ടി സ്ഥിരം തന്നുകൊണ്ടിരുന്നതാണ്, ഇപ്പൊ കാണുന്നില്ല. അപ്പൊ രാജാവ് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ആ ആളിനെ തിരക്കി കണ്ടുപിടിക്കൂ എന്ന് പറയുന്നു. അങ്ങനെ അവർ രാംമിശ്രയെ കണ്ടുപിടിച്ചു. കാര്യങ്ങളൊക്കെ രാജാവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. രാജാവിന് വളരെ ഇഷ്ടമാണ്. അപ്പോൾ രാംമിശ്ര പറഞ്ഞു, ശരി, ഞാൻ തരാം, പക്ഷെ ഞാൻ നേരിട്ട് രാജസദസ്സിൽ കൊടുക്കും. അവർ സമ്മതിച്ചു. അങ്ങനെ രാജാവിന് കൊടുത്തു. രാജാവിനോട് പറയുന്നു, നിങ്ങളുടെ മുത്തശ്ശൻ ശരീരം വെടിഞ്ഞു, അദ്ദേഹം വലിയ സമ്പത്ത് നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു, അത് നിങ്ങളോട് വന്നെടുക്കാൻ പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചതാണ്. അപ്പൊ രാജാവ് ഉടനെ പറയുന്നു, പരിവാരങ്ങളോടും സേനാധിപന്മാരോടും ഒക്കെ സൈന്യത്തെ തയ്യാറാക്കിക്കോ, പെട്ടെന്ന് നമുക്ക് പോകാം. ഈ സമയത്താണ് രാംമിശ്ര പറയുന്നത്, എനിക്ക് ഞാനും രാജാവും ഒറ്റയ്ക്ക് പോകുന്നതാണ് എനിക്കിഷ്ടം. അത് കാരണം രാജാവ് സമ്മതിച്ചു. നിങ്ങൾ ഒരു വൈഷ്ണവ ബ്രാഹ്മണനാണല്ലോ, അപ്പോൾ നിങ്ങളുടെ കൂടെ വരാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ.
അങ്ങനെ അവർ ഒരുപാട് സ്ഥലങ്ങൾ, വെള്ളങ്ങളും പാറക്കെട്ടും മലകളും പാടങ്ങളും എല്ലാം താണ്ടി കുറെ കിലോമീറ്ററോളം സഞ്ചരിച്ചു. അങ്ങനെ പറയുന്നു 7 ഗേറ്റ് കടന്നിട്ട് വേണം അതെടുക്കാൻ. അങ്ങനെ രാജാവിന്റെ കൂടെ രാജാവും രാമശ്രീയും കൂടെ പോയി. ആ സമയത്ത് പോകുന്ന വഴിയിൽ രാം മിശ്ര ഭഗവത്ഗീത ഓരോ അധ്യായമായിട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ 12ാമത്തെ അധ്യായം വന്നപ്പോൾ 12ാമത്തെ അധ്യായത്തിലെ 8ാമത്തെ ശ്ലോകം കേട്ട മാത്രയിൽ യമുനാചാര്യർ കരയാൻ തുടങ്ങി. അപ്പൊ അദ്ദേഹം കരയാൻ തുടങ്ങിയപ്പോൾ എന്തിനാ കരയുന്നേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, എനിക്ക് എൻ്റെ ഗുരുവിനെയും ഗുരുകുലവും പഴയ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വന്നു. അപ്പം ഈ 12ാമത്തെ അധ്യായത്തിലെ 8ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാൽ മയ്യേവ മന ആദസ്വ മയി ബുദ്ധി നിവസസ്വാശി മയ്യേവ അധ ഊർധം ന സംശയ. അതായത് പരമദിവ്യോത്തമ പുരുഷനിൽ മനസ്സുറപ്പിക്കുക, ബുദ്ധി ഉറപ്പിക്കുക. ഈ മനസ്സും ബുദ്ധിയും വിപരിപ്പിക്കുക. അപ്രകാരമായാൽ നീ എല്ലായ്പ്പോഴും എന്നിൽ തന്നെ വാഴും, സംശയമില്ല. അപ്പം ഭഗവാൻ പറയുന്നു, എനിക്ക് ഒന്നും വേണ്ട, നിന്റെ മനസ്സും ബുദ്ധിയും മാത്രം എന്നിൽ സമർപ്പിച്ചാൽ മതി. എന്നിട്ട് നീ എന്നെ സേവ ചെയ്തു കഴിഞ്ഞാൽ നിന്റെ സേവ ഞാൻ 2 കൈയും നീട്ടി സ്വീകരിക്കും. എനിക്ക് വേണ്ടത് 600 700 1000 രൂപ കൊടുത്ത് വേഷം മാറി വരുന്ന വൈഷ്ണവരെയും വൈഷ്ണവികളെയും അല്ല എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പൊ പരമദിവ്യോത്ത പുരുഷന് മനസ്സ് കൊടുക്കുക, ബുദ്ധിയും കൊടുക്കുക. ഇത് രണ്ടും നമ്മൾ കൊടുക്കില്ല. കാരണം നമ്മൾ സ്വാർത്ഥരാണ്, സ്വന്തം ഭോഗമാണ്. ചിലർക്ക് സ്ത്രീകളിൽ ആസ്വാദനങ്ങൾ കൂടും, ചിലർക്ക് സമ്പത്തിൽ ആസ്വാദനങ്ങൾ കൂടും, ചിലർക്ക് പേരും പ്രസക്തിയിലും ആസ്വാദനം കൂടും. ഈ 3 വന്നു കഴിഞ്ഞാൽ എത്ര വലിയ വൈഷ്ണവനും താഴെ വീഴും. അങ്ങനെ 7 ഗേറ്റ് കടന്നു. ഭഗവാൻ രംഗനാഥനെ കൊണ്ട് കാണിക്കുന്നു. രാമസ്വാമി ആരെ? യമുനാചാര്യൻ. അങ്ങനെ അനന്തശേഷന്റെ മുകളിൽ കിടക്കുന്ന ഭഗവാനെ കണ്ട മാത്രയിൽ പുള്ളിക്ക് മനസ്സിലായി, എന്താണ് എൻ്റെ ഏറ്റവും വലിയ സ്വത്ത്? ഇനി എനിക്ക് കൃഷ്ണനെ മതി. എനിക്ക് രാജ്യം വേണ്ട, സ്വത്ത് വേണ്ട, സമ്പത്ത് വേണ്ട, ഒന്നും വേണ്ട. പോയിന്റ് എന്താ എന്ന് വെച്ചാൽ പറഞ്ഞത്, എങ്ങനെയെങ്കിലും കൃഷ്ണഭക്തരുമായി സമ്പർക്കം വന്നാൽ, ഇവിടുത്തെ പോയിന്റാണ്, എങ്ങനെയെങ്കിലും ഏത് വിധത്തിലും കൃഷ്ണഭക്തരുമായിട്ട് സമ്പർക്കം വന്നാൽ അവർ അതിസമ്പന്നനായി. എങ്ങനെയെങ്കിലും കൃഷ്ണഭക്തരുമായിട്ട് ഒരു വ്യക്തിക്ക് സമ്പർക്കം വന്നാൽ അവർ അതിസമ്പന്നനായി. എന്നാൽ നമുക്ക് അതിസമ്പത്ത് കിട്ടിയിട്ടും ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് അഭിമന്യുമാതിരി വെളിയിൽ വരാൻ അറിയുന്നില്ല. നാം ഓരോരുത്തർക്കും ഇപ്പോഴും ഭഗവത് കൃപയാൽ നമുക്ക് സമ്പത്ത് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. എന്നിട്ടും നമ്മൾ ഗൃഹസ്ഥാശ്രമാകുന്ന അന്ധകൂപത്തിൽ കിടന്ന് മനസ്സും ബുദ്ധിയെയും അതിൽ വ്യഭിചരിച്ച് ആ ഒരു തരത്തിൽ നമ്മുടെ ജീവിതത്തെ സ്വയം അധപ്പതിപ്പിച്ച് എങ്ങനെ മറ്റുള്ളവരെ ചൂഷണം ചെയ്യാം, മറ്റുള്ളവരെ ചതിക്കാം, ശിക്കയും വെച്ചിട്ട് ഞാൻ ഭക്തനാണെന്നുള്ള ഭാവേന നടക്കുന്നു. ഭക്തിശാസ്ത്രി കോഴ്സിൽ ഭക്തി വൈഭവവും ഭക്തി വിഭവവും എല്ലാം പഠിപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷെ ദുഷ്കൃതമായിട്ടുള്ള ജീവിതം ആന്തരികമായിട്ട് നയിക്കുന്നു. അപ്പോ ഈ അതിസമ്പത്ത് കിട്ടിയിട്ട് നമ്മൾ ഗൃഹസ്ഥാശ്രമത്തിൽ
അഭിമന്യുമാതിരി വെളിയിൽ വരാൻ കഴിയാതെ കടന്ന് കഷ്ടപ്പെടുന്നു. ഭക്തി വിനോദ് ഠാക്കൂർ പറയുന്നു, আমি তোমা കങ്കാല കൃഷ്ണ കൃഷ്ണ പോലെ ദൈത്യത പാച്ചേ പാച്ചേ. കൃഷ്ണൻ ഭക്തരുടെ കൂടെയാണ്, ഭക്തരുടെ കൂടെയാണ്. എന്നാൽ ഭക്തർ കൃഷ്ണനെ എല്ലാവർക്കും കൊടുക്കൂ, എടുത്തോ എടുത്തോ എടുത്തോ. ഈ ഭക്തരാണ് കൃഷ്ണനെ എല്ലാവർക്കും വാരി വിതരണം ചെയ്യുകയാണ്, എടുത്തോ എടുത്തോ എടുത്തോ. ഭാഗവതം ഇവിടെ പറയുന്നു, ദുർലഭം മാനസ മനുഷ്യദേഹ, ദുർലഭം മനുഷ്യദേഹ ദേഹിനാം ക്ഷണപങ്കുരം തത്രാപി ദുർലഭം മന്യേ വൈകുണ്ഠ പ്രിയദർശനം. മനുഷ്യ ശരീരം കിട്ടുക എന്നത് വലിയ പ്രയാസമാണ്. എന്നാൽ വൈകുണ്ഠപ്രിയരായ ഭക്തരെ കിട്ടുക അതിപ്രയാസം. എന്നാലോ ഈ മനുഷ്യജന്മത്തിൽ മനസ്സ വാച കർമ്മണ ഇത്യാദി ഭഗവത് സേവ ചെയ്യുക അതിലും കഠിനം. അതായത് വൈകുണ്ഠ വാസനായ ഒരു ഭക്തനെ കിട്ടുക എന്നുള്ളത് അതികഠിനമാണ്. അതിലും കഠിനമാണ് ഈ മനുഷ്യജന്മം കിട്ടുക എന്നുള്ളത്. അപ്പൊ ആ മനുഷ്യജന്മം കിട്ടിയിട്ട് നമുക്കൊരു ഭക്തനെ കിട്ടി, ഭക്തന്റെ സംഘം കിട്ടി, ഭക്തനിൽ നിന്ന് ദീക്ഷ വാങ്ങിച്ചു. എന്നിട്ടോ മനസ്സാ വാച കർമ്മണ ഇത്യാദി ഭഗവത് സേവ ചെയ്യുന്നില്ല. മനസ്സും വാചയും കർമ്മവും കൊണ്ട് സമർപ്പിതമാക്കി, ഭഗവാന്റെ പാദകമലത്തിൽ സമർപ്പിതമാക്കി ഭഗവത് സേവ ചെയ്യുന്നില്ല. ഇത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ഗൃഹസ്ഥ ജീവിതം ആകുന്ന ചക്രവ്യൂഹത്തിൽ നിന്നും ഓരോ ഗൃഹസ്ഥനും രക്ഷപ്പെടും. അങ്ങനെ ആ ചക്രവ്യൂഹത്തിൽ നിന്ന് വെളിയിൽ വരാൻ സാധിക്കും. ജാനേയ സുനിയ വിഷയ കായിന ജാനേയ സുനിയ വിഷയ കായിന. നമ്മൾ ഭഗവാനെ പറ്റി കേട്ടിട്ടും, നാം ഓരോരുത്തരും ഭഗവാനെ പറ്റി കേട്ടിട്ടും മനസ്സിലാക്കിയിട്ടും ഇപ്പോഴും വിഷമാണ് കുടിക്കുന്നത്, അല്ല വിഷമാണ് കുടിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഹരി വിഫലെ ജനം യോഗിനോ. എന്ത് ഫലം മനുഷ്യജന്മം കിട്ടിയിട്ട്? ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് മനുഷ്യജന്മം കിട്ടിയിട്ട് എന്ത് ഫലം? ചൈതന്യ മഹാപ്രഭു രൂപഗോസ്വാമിയോട് പറയുന്നു, രണ്ട് തരം ജീവ, ഒന്ന് സ്ഥാവര, രണ്ട് ജംഗമം. ചലിക്കുന്നതും ചലിക്കാത്തതും. ചലിക്കാത്തതാണ് മരങ്ങള്, പർവ്വതങ്ങള്, പാറകള്, ഇങ്ങനെയൊക്കെയുള്ള ഓക്കെ ഇത്യാദി. ഇനി ചലിക്കുന്നത് പക്ഷികള്, അങ്ങനെയുള്ള മറ്റ് ഇഴജന്തുക്കൾ എന്ന് വേണ്ട അങ്ങനെ ഒരുപാട് കാണും. അപ്പോ ഇതില് അപ്പൊ പറയുന്നുണ്ട്, ഈ മനുഷ്യജന്മം 4 ലക്ഷം ദേവതകൾ, 4 ലക്ഷം മനുഷ്യരാണുള്ളത്. നമുക്കറിയാം 84 ലക്ഷത്തില് 80 ലക്ഷം മറ്റ് ജീവജാലങ്ങൾ, അതില് 4 ലക്ഷം മനുഷ്യരാണുള്ളത്. ആ മനുഷ്യരിൽ ദേവതകളുണ്ട്, ഗന്ധർവന്മാരുണ്ട്, സിദ്ധന്മാരുണ്ട്, കിന്നരന്മാരുണ്ട്. ഹരേ കൃഷ്ണ പ്രഭു, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാൻ ക്ലാസ്സിലാണ്. ഹരേ കൃഷ്ണ. അപ്പൊ ഇതിലെന്താണ്? കിന്നരന്മാരുണ്ട്, ദേവതകളുണ്ട്, ഗന്ധർവരുണ്ട്, സാധാരണ മനുഷ്യരുണ്ട്, ഇങ്ങനെ പല തരത്തിലുള്ള 4 ലക്ഷം. ഇനി ഇവരിൽ മനുഷ്യരിൽ 2 തരം.
മനുഷ്യരിൽ രണ്ട് തരം: കൾച്ചർ ഇല്ലാത്തവരും കൾച്ചർ ഉള്ളവരും. ഈ കൾച്ചർ ഉള്ളവർ രണ്ട് തരം. ഒന്ന് വേദിക് കൾച്ചർ പാലനം ചെയ്യുന്നു, എന്നാൽ യമനിയമം പാലിക്കുന്നില്ല. വേദിക് കൾച്ചർ പാലനം ചെയ്യുന്നു, എന്നാലോ യമനിയമം പാലിക്കുന്നില്ല. പ്രതിഫലം ഇച്ഛിച്ച് ചെയ്യുന്നു, സ്വാർത്ഥത. രണ്ടാമത് പറയുന്നത് വേദിക് കൾച്ചർ ശക്തമായി പരിപാലനം ചെയ്യുന്നവർ. ഇങ്ങനെ രണ്ട് തരത്തിലുള്ളതാണ് സംസ്കാരം സമ്പന്നർ. ഇങ്ങനെ ശ്രേഷ്ഠ വ്യക്തികളിൽ ഇങ്ങനെയുള്ള, അതായത് വേദിക് കൾച്ചർ വളരെ പവിത്രമായിട്ട് പരിപാലനം ചെയ്യുന്ന ശ്രേഷ്ഠ വ്യക്തികളിൽ കോടിക്കണക്കിന് ഒരാൾ മാത്രം, അങ്ങനെയുള്ള കോടികൾ കൂടുന്ന കോടിയിൽ ഒരാൾ മാത്രമാണ് കൃഷ്ണഭക്തൻ. നമുക്കറിയാം, ഭഗവത്ഗീതയെ പറയുന്ന മനുഷ്യാനാം സഹസ്രേഷു കച്ചിത് യദതി സിദ്ധേ യദതാം അഭിസിദ്ധാനം കച്ചിത് മാം വേത്തി തത്വതഃ എന്ന് പറയുന്നു. എന്നാൽ നമ്മുടെ ഭാഗ്യം നോക്കൂ, ഇങ്ങനെ കോടാനുകോടി ആൾക്കാരിൽ കൃഷ്ണഭക്തരായ എത്ര ആൾക്കാരെ ശീല പ്രഭുപാദ് നമുക്ക് തന്നു. അവരിൽ നിന്ന് നമ്മൾ അവരെ സേവ ചെയ്യുന്നു, അവരിൽ നിന്ന് നമ്മൾ ആശ്രയം ചെയ്യുന്ന വേണ്ട എല്ലാം സ്വീകരിച്ച്, എന്നിട്ടും നമ്മൾ കുരങ്ങന്മാരായിട്ട് വീണ്ടും മരത്തുമേ കയറുന്നു. എന്ത് യോഗ്യതയാണ് അങ്ങനെയുള്ള ഭക്തരെ നമുക്ക് സ്വീകരിക്കാൻ, അങ്ങനെയുള്ള ഭക്തരെ നമുക്ക് കിട്ടാൻ? നമുക്ക് രണ്ട് രൂപമുണ്ട്. അകത്ത് മൃഗീയ രൂപം, പുറത്ത് ഭക്തരൂപം. 1000 രൂപയുടെ അല്ല 600 രൂപയുടെ രൂപം. അകത്ത് മൃഗീയ രൂപം. അകത്തെ മൃഗീയതയുടെ വാസനയും അഭിരുചിയും, പുറത്ത് ഭക്തരൂപം. നമ്മളുടെ ഹൃദയത്തിന്റെ അകത്ത് മൃഗീയ വാസന, മൃഗീയ അഭിരുചി, പുറത്ത് ഭക്തരൂപം. ലോക്കി ബജാർ രൂപം. ഇങ്ങനെ മൃഗീയ വാസനയും അഭിരുചിയും എങ്ങനെ വന്നു? അടുത്ത ക്വസ്റ്റ്യൻ. കാരണം ശാസ്ത്രം പറയുന്ന മനുഷ്യജന്മം കിട്ടുന്നതിന് മുമ്പ് ആ വ്യക്തി മൃഗങ്ങളിൽ ജീവിതം നയിച്ചതുകൊണ്ട് ആ മൃഗീയ വാസന മനുഷ്യജന്മത്തിലും അദ്ദേഹത്തിന്റെ കൂടെ കയറി വന്നിട്ടുണ്ട്. ആയതിനാൽ ആ മൃഗീയ വാസന പെട്ടെന്ന് നിർത്താൻ പറ്റില്ല എന്ന് പറയുന്നു. ഉദാഹരണം, മൃഗങ്ങൾക്ക് ഹയർ ഇന്റലിജൻസ് ഇല്ല, എന്നാൽ മനുഷ്യർക്ക് ഉണ്ട്. മനുഷ്യർ അവരുടെ ലോവർ നേച്ചറിനെ ഹയർ നേച്ചർ കൊണ്ട് നിയന്ത്രിക്കണം. അപ്പം അതായത് ഹയർ ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ലോവർ ടേസ്റ്റിനോട് ആസക്തി മനുഷ്യന് വരുന്ന പാടില്ല. അപ്പം ആ ഹയർ ടേസ്റ്റിനെ വളർത്തിക്കൊണ്ട് ലോവർ ടേസ്റ്റിനെ വേണ്ടെന്ന് വെക്കണം. അപ്പൊ അവിടെ എന്താണ്? മൃഗീയ വാസന ആ സമയത്ത് പതുക്കെ. അതുകൊണ്ടാണ് പറയുന്നത്, ശുദ്ധ ജന്മം വീണ്ടും മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു പരിശുദ്ധ ജന്മം ഉണ്ടെന്ന് പറയാനുണ്ടായ കാരണം ഇതാണ്. പ്രഹ്ലാദ് മഹാരാജ് പറയുന്നു, മൃഗതൃഷ്ണ മരീചി മാതിരമാണ്. കാരണം ഈ മരുഭൂമിയിൽ വെള്ളമുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഓടി ചെല്ലുന്നു, അവിടെ നോക്കുമ്പോൾ വെള്ളമില്ല. അതുമാതിരി സുതിസുഖ ആനന്ദത്തെ പറ്റി പറയും, എന്നാൽ നാം ആരും ശരിയായ ആനന്ദം ഇല്ലാത്തവരാണ്. പറയും, വാചാലനാണ്. ശരീരത്തില് ഒരു ലിമിറ്റ് ഉണ്ട്. ശരീരത്തിന് കൂടുതൽ ആനന്ദം കിട്ടില്ല. ആ ഒരു ലിമിറ്റിൽ മാത്രമേ ശരീരത്തിന് ആനന്ദം കിട്ടുള്ളൂ. എങ്ങനെയെന്ന് വെച്ചു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പശുവിനെ
കുറ്റിയടിച്ച് കെട്ടിക്കഴിയുമ്പോൾ കയറിന് എന്തുമാത്രം നീളമുണ്ടോ അത്ര മാത്രമേ പശുവിന് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പം നാം മനുഷ്യ ശരീരം ഭൗതിക ലോകത്ത് എടുത്തപ്പോൾ നമ്മുടെ ആനന്ദത്തിന് ഒരു ലിമിറ്റ് ഉണ്ട്, ആ പശുവിന്റെ കയറിന്റെ നീളത്തിന്റെ അടിസ്ഥാനത്തിൽ. ഇനിയും നമുക്കൊന്നുകൂടെ നോക്കാം. ശരീരത്തിന് ഒരു ലിമിറ്റ് ഉണ്ട്. ശാസ്ത്രം പറയുന്നുണ്ട്, ആധുനിക ശാസ്ത്രം 50,000-ൽ പരം അറിയുന്ന അസുഖങ്ങളുണ്ട് മനുഷ്യ ശരീരത്തിൽ. 50,000-ൽ പരം. അതിൽ 4,000 അസുഖം ഇന്നും ചികിത്സിച്ചാൽ ഭേദമാകാത്തതുണ്ട്. ഇവിടെ ഭക്തമഹിമ പറയുകയാണ് എങ്കിൽ ഒരു മാതാജി, ഭക്തി മാതാജി എവിടെയോ വായിച്ചപ്പോൾ മനസ്സിലായി, 1000 ശുദ്ധ വൈഷ്ണവരെ സേവ ചെയ്യുന്നവൻ 1000 ശുദ്ധ ബ്രാഹ്മണരെ സേവ ചെയ്യുന്നതിന് തുല്യമാണ് ഒരു വൈഷ്ണവനെ സേവ ചെയ്യുന്നത് എന്ന്. അപ്പോ ഈ മാതാജി ശുദ്ധ വൈഷ്ണവനെ തിരക്കി നടക്കുന്നു. അങ്ങനെ അദ്ദേഹം മഹാരാഷ്ട്രയിൽ ഏകനാഥ് ഷിൻഡ എന്ന ഒരു വൈഷ്ണവ വിഷ്ണു ഭക്തനെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അദ്ദേഹത്തെ സേവ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. മാതാജി ഭോഗങ്ങളൊക്കെ റെഡിയാക്കി അദ്ദേഹത്തെ വിളിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഭോഗം ആസ്വദിക്കാൻ വരുന്നു. നമുക്കറിയാമല്ലോ, ഇല കൊണ്ടുണ്ടാക്കിയ പ്ലേറ്റിൽ അദ്ദേഹത്തിന് ഭോഗം കൊടുക്കുന്നു. ആ ഭോഗം അദ്ദേഹം ആസ്വദിച്ചു കഴിഞ്ഞ ശേഷം അദ്ദേഹം പോയപ്പോൾ ആ പ്ലേറ്റ് എടുത്തപ്പോൾ ഒന്നിന് പുറകെ ഓരോ പ്ലേറ്റ് എടുക്കുമ്പോഴും അടുത്ത പ്ലേറ്റുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ആ മാതാജിക്ക് മനസ്സിലായി, 1000 ശുദ്ധ ബ്രാഹ്മണന് തുല്യമാണ് ഒരു ശുദ്ധ വൈഷ്ണവൻ എന്നുള്ളത് മനസ്സിലായി. ഭഗവാൻ ഇഷ്ടപ്പെടുന്നത് അസൂയയില്ലാത്തവരെ, അദ്വേഷ്ട. 2, എല്ലാ ജീവാത്മാക്കളിൽ സുഹൃദ്ഭാവം, സുഹൃദ്ഭാവം, എല്ലാ ജീവാക്കളെയും പ്രേമിക്കണം, അതിനെയാണ് മൈത്രയ. 3, എല്ലാ ജീവികളിലും പ്രേമവും ദയയും ഉണ്ടാകണം, കരുണ. 4, എന്റെ എന്ന ഭാവമില്ലാത്ത ഭക്തൻ, അവർ നിർമ്മമ. 5, പ്രൈഡ് വരുന്നത് അറിവില്ലായ്മയിൽ നിന്നാണ്. കൃഷ്ണഭക്തൻ കൃഷ്ണന്റെ വിഭൂതി മനസ്സിലാക്കിയാൽ ആ വ്യക്തിക്ക് പ്രൈഡ് വരില്ല, ഞാൻ എന്നുള്ള ഭാവം വരില്ല. അങ്ങനെ അതിന് പറയുന്ന നിരഹങ്കാർ. 6, ഏത് സാഹചര്യത്തെയും സമഭാവനയോട് ഭഗവാന്റെ ഭക്തൻ കാണും, സമയ ദുഃഖ സുഖ. 7, കൃഷ്ണഭക്തൻ എല്ലാം ക്ഷമിക്കും, മറക്കും. ഭക്തൻ മനസ്സിലാക്കും ഭൗതിക ലോകം അശാശ്വതം, ഇതിനെ ക്ഷമി എന്ന് പറയുന്നു. 8, ഇങ്ങനെ ക്വാളിറ്റിയുള്ള ഭക്തൻ എനിക്ക് പ്രിയനാണ്, യോ മദ്ഭക്ത സമയ പ്രിയ. അപ്പൊ എങ്ങനെയുള്ള ഭക്തനാണ്, എങ്ങനെയുള്ള ആളിനെയാണ് ശ്രീകൃഷ്ണന് ഏറ്റവും ഇഷ്ടം എന്നുള്ളത്? യോ മദ്ഭക്ത സമയപ്രിയ. ഈ 8 ക്വാളിറ്റി ഉള്ള ഭക്തര്, അതായത് അദ്വേഷ്ട, മൈത്രേയ, കരുണ, നിർമ്മമ, നിരഹങ്കാര, സമയ ദുഃഖ സുഖ, ക്ഷമി, യോ മദ്ഭക്ത, ഇങ്ങനെയുള്ള ക്വാളിറ്റിയുള്ള ആൾക്കാരെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണന് ഏറ്റവും പ്രിയം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് പ്രഭുജി. ഹരേ കൃഷ്ണ. ഒന്നും കൂടെ പറയൂ.
ഏതാ പറയണ്ടേ? ക്വാളിറ്റീസ്. അതായത് അദ്വഷ്ട എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഇഷ്ടപ്പെടുന്നത് അസൂയയില്ലാത്തവരെയാണ്. അതിനെ അദ്വഷ്ട എന്ന് പറയുന്നു. രണ്ടാമത് പറയുന്ന മൈത്രേയ, എല്ലാ ജീവാത്മാക്കളിലും സുഹൃത്ത് ഭാവനയോടുകൂടി എല്ലാ ജീവാത്മാക്കളെയും സ്നേഹിക്കുന്നവര് മൈത്രേയ. മൂന്നാമത് പറയുന്നത് കരുണ, എല്ലാ ജീവികളിലും പ്രേമവും ദയയും ഉണ്ടാകണം, അതിന് കരുണ എന്ന് പറയുന്നു. 4 നിർമ്മമ, എൻ്റെ എന്ന ഭാവമില്ലാത്ത ഭക്തർ, അവരാണ് നിർമ്മമ, ഞാൻ എന്ന ഭാവമില്ലാത്തവർ. 5 പ്രൈഡ് വരുന്നത് അറിവില്ലായ്മയിൽ നിന്നാണ്. അപ്പൊ അഹങ്കാരം ഇല്ലായ്മയാക്കുക, അതിനെയാണ് നിരഹങ്കാർ എന്ന് പറയുന്നത്. 6 ഏത് സാഹചര്യത്തെയും സമഭാവനയോട് കൈകാര്യം ചെയ്യുന്ന ഭക്തൻ, സമദുഃഖ സുഖ. 7 ക്ഷമി, കൃഷ്ണഭക്തൻ എല്ലാം ക്ഷമിക്കും, മറക്കും. ഭക്തന് മനസ്സിലാവും ഭൗതിക ലോകം അശാശ്വതമാണ്, ഈ ലോകത്ത് ആ മനസ്സും ബുദ്ധിയും അശുദ്ധമായതുകൊണ്ടാണ്, കഴിഞ്ഞ ജന്മങ്ങളിലെ വാസന കൊണ്ടാണ് ഈ വ്യക്തി മൃഗീയ ജീവിതം നയിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കി അവരോട് ക്ഷമിക്കുക. അപ്പോഴത്തേന് അവരെല്ലാം കുളവാക്കി തരും. ക്ഷമി. ഇനി 8 ഇങ്ങനെ ക്വാളിറ്റിയുള്ള ഭക്തരാണ് എനിക്ക് പ്രിയർ. അവരെ വിളിക്കുന്ന ഈ 8 ക്വാളിറ്റിയുമുള്ള ആൾക്കാരെ വിളിക്കുന്നതാണ് യോ മത് ഭക്ത സമയപ്രിയ. മനസ്സിലായോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. താങ്ക് യു പ്രഭു. പ്രണാമം പ്രഭു. നല്ല ക്ലാസ് ആയിരുന്നു പ്രഭു. പ്രഭു ഇത് ഭഗവത്ഗീത 12:13 അല്ലേ പ്രഭു പറഞ്ഞ ശ്ലോകം? 12-13. താങ്ക് യു പ്രഭു. നല്ല ക്ലാസ് ആയിരുന്നു. ഹരേ കൃഷ്ണ. പ്രണാമം പ്രഭു. ക്ലാസ് എന്ന് പറയേണ്ടതുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു. പ്രണാം പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രണാമം. ഹരേ ഹരേ കൃഷ്ണ പ്രഭുജി. പ്രണാം പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ പ്രഭുജി. പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ആർക്ക് ഹരേ സംശയം? കൃഷ്ണ പ്രഭുജി. പ്രണാം പ്രഭു. ഹരേ കൃഷ്ണ. കേട്ടില്ല? ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. എന്റെ പ്രണാമം. അതുണ്ട്. ഹരേ കൃഷ്ണ. അപ്പം ആർക്കും സംശയമൊന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്നു. ആർക്കും ഒന്നും മനസ്സിലായില്ലെന്നും വിശ്വസിക്കുന്നു. മനസ്സിലായി പ്രഭു. നല്ലോണം മനസ്സിലായിണ്ട്. ഹരേ കൃഷ്ണ. പ്രഭു പറയുന്നത് നല്ല മനസ്സിലായിണ്ട്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരേ പതിതം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നവേഭ്യോ നമോ നമഃ. ഭാഗവതരാജ് കി ജയ്. ഹരിനാമ സങ്കീർത്തനം കി സമവേദ ഭക്തവൃന്ദ കി ഭഗവാനിന്റെ ഹരി ഹരി ബോൾ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. പ്രണാം പ്രഭു. എല്ലാവർക്കും എന്റെ പ്രണാമം. ഞാൻ താങ്ക് യു പ്രഭു. താങ്ക് യു സോ മച്ച്. പറയണം പ്രഭു. ആരെയും വേദനിപ്പിക്കാൻ പറഞ്ഞല്ല. ഒരു ക്രീം ഭക്തൻ എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതിലൊന്നും ഉൾപ്പെടുന്ന ആളുമല്ല. ഈ വേദിക് കൾച്ചർ നിയമങ്ങൾ അനുസരിക്കുന്നവര് യമനിയമങ്ങൾ പാലിക്കുന്നവരല്ലേ പ്രഭുജി? അത് തന്നെ, യമനിയമം പാലിച്ച് ആ ശ്രദ്ധയോടുകൂടി ആ ജീവിതത്തെ കൊണ്ടുപോകുന്ന പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ അല്ലെ? എങ്ങനെ ആ പ്രത്യേകം പറയുന്നു. 2 തരത്തിലുള്ള ആൾക്കാരാണ്. ഒരു ആൾക്കാര് വേദിക് കൾച്ചർ അനുകരിച്ച് ജീവിക്കും, പക്ഷെ അവർ യമനിയമങ്ങളൊന്നും പാലിക്കില്ല. അടുത്ത തരത്തിലുള്ള ആൾക്കാരാണ് വേദിക് കൾച്ചർ പരിപാലനം നല്ലതുപോലെ ചെയ്യും, അതും യമനിയമങ്ങളും കാര്യങ്ങളും എന്താണ് വേദിക് കൾച്ചർ പറയുന്നത് അനുസരിച്ച് ജീവിക്കുന്ന ജീവാത്മ. നമ്മൾക്ക് നമ്മളോട് ചോദിച്ചാൽ മതി,
ഞാൻ എന്നോട് ചോദിക്കണം, ഈ പറഞ്ഞതിൽ എന്തുമാത്രം ഗുണം എന്നിലുണ്ട്, ഞാൻ എന്തുമാത്രം വേദിക് കൾച്ചർ അനുസരിച്ച് യമനിയമങ്ങൾ പാലിച്ച് ആധ്യാത്മിക ഗുരുനാഥന്റെ കൽപ്പനകളുടെ പാദകമലത്തെ പിന്തുടർന്ന് ഒരു ജെന്റിൽമാനായിട്ട് ഞാൻ ജീവിക്കുന്നു എന്ന് നാം ഓരോരുത്തരും നമ്മളോട് ദിവസവും ചോദിക്കണം. ഇല്ല എങ്കിൽ കാലേ കിടക്കുന്ന ചെരുപ്പ് എടുത്ത് ദിവസവും തലയ്ക്ക് അടിക്കണം. എന്റെ തലയ്ക്ക് അടിക്കാൻ എളുപ്പമാ, മുടിയില്ലാത്തത്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തന്മാർക്കും നന്ദി. ഹരേ കൃഷ്ണ.